ഹലോ മക്കളെ, കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കറിയാം, നമുക്ക് വെറുതെ ഹോളിഡേ തന്നിരിക്കുകയല്ല. കേരളത്തിൽ പെയ്യുന്ന ശക്തമായ മഴ കാരണമാണ് നമുക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് അവധി പ്രഖ്യാപിച്ച് നമ്മളിൽ കുറേ പേരെങ്കിലും സേഫായിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള കുറേ പേര്, ഒട്ടനവധി ഒരുപാട് പേര് കുറേയധികം ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലുതാണ് നമ്മുടെ വയനാട് നടന്നിട്ടുള്ള കാര്യം. നമുക്കറിയാം, 2018 നമുക്ക് കേരളത്തിൽ പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. 400-ലധികം ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചെറിയ തോതിൽ പ്രളയവും അതേപോലെ തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവളപ്പാറ, പെട്ടിമുടി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലും മരണം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ദിവസങ്ങൾക്ക് മുന്നേ നമുക്ക് സംഭവിച്ചിട്ടുള്ളതാണ് വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ. ചൂരൽമല എന്ന് പറയുന്ന ഒരു സ്ഥലം ഒന്നാകെ കാണാതെയായി പോവുകയാണ്, അല്ലെങ്കിൽ നശിച്ചു പോയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ന്യൂസിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടാണെങ്കിലും ആ ഒരു ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര ഭയാനകമാണ്, അല്ലെങ്കിൽ എത്ര നമ്മളതിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരെയും പോലെ തന്നെ ക്ലാസ്സൊക്കെ കണ്ട് സ്കൂളൊക്കെ വിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങാൻ പോയ കുറേ ആൾക്കാരാണ് ഒന്നും അറിയാതെ പിറ്റേ ദിവസം കണ്ണ് തുറക്കാതെ ഇരുന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിലെ കുറേ പേർക്കാണ് ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരാണ് പിറ്റേ ദിവസം കാണാതായി പോയതും മരിച്ചു പോയിട്ടുള്ളതുമായിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മളിവിടെ സേഫായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലായിരിക്കാം, ചിലപ്പോൾ വേണ്ടപ്പെട്ടവരും ഉണ്ടായിരിക്കാം. എന്നാലും നമ്മളെല്ലാവരും ഒന്നാണല്ലോ അല്ലേ? അപ്പോൾ എത്ര പേരാണ് അത്ര അധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും സേഫായി കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എത്രത്തോളമാണ് അവിടുത്തെ ആ ഒരു ഭീകരാന്തരീക്ഷം എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതേപോലെ തന്നെ എന്താണ് പ്രളയം, എന്താണ് ആ ഒരു ഉരുൾപൊട്ടൽ തമ്മിലുള്ളൊരു വ്യത്യാസം, ഇത് രണ്ടും ഒന്നാണോ, ഇതൊന്നും നമുക്കറിയില്ല. ഈ പ്രളയവും ഉരുൾപൊട്ടലും രണ്ടും ഒന്നല്ല. സാധാരണയായിട്ട് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ജനവാസ മേഖലകളിൽ ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന സമയത്താണ് ഇത്രയധികം ഒരു ഭീകരാന്തരീക്ഷം അല്ലെങ്കിൽ ഇത്രയധികം ഒരു വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ അത് ക്രിയേറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മളെല്ലാവരും കണ്ട അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞ കുറേ ആൾക്കാർ പിറ്റേ ദിവസം കാണാതാവുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ വയനാട് നടന്നിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടലിൽ ആ ഒരു ഒഴുക്കിലും ഇതിലൊക്കെ പെട്ടിട്ട് നമ്മുടെ മലപ്പുറത്ത് ചാലിയാർ പുഴയിലും അതിൻ്റെ തീരങ്ങളിലൊക്കെ ആയിട്ട് പോത്തുംകടവ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്രയധികം 20-ലധികം മൃതദേഹങ്ങളാണ് ഒഴുകി വന്നിട്ട് തീരത്തടിയുന്നത്. അങ്ങനെ ഒരു 3 വയസ്സുള്ള കുഞ്ഞിൻ്റെയൊക്കെ എത്ര ആൾക്കാരുടെയാണ് മൃതദേഹങ്ങളും അതേപോലെ തന്നെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടുകിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാഠിന്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് എൻ്റെ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും കഴിയുന്നത്ര സേഫായിട്ടിരിക്കുക. നമുക്ക് തരുന്ന ഈ ഒരു ഹോളിഡേയ്സ് നമുക്ക് എൻജോയ് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും ഉള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സേഫായി ഇരിക്കണം. സ്കൂളിൽ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഫാമിലിയുടെ കൂടെ അത്ര അധികം എന്ത് ചെയ്യുക, സേഫായിട്ടിരിക്കുക. പുറത്തൊന്നും കളിക്കാനോ മഴയത്ത് പോകാനോ വെള്ളത്തിൽ കളിക്കാൻ പോകാനോ പുഴയിലോ കുളങ്ങളിലോ ഒന്നും പോകാനോ ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ നമുക്കറിയാം നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് കമ്പി അതിൻ്റെ അടുത്തേക്കൊന്നും പോകാനായിട്ട് നിൽക്കരുത്. കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിൽ കളിക്കാനായിട്ട് പോകരുത്. അതേപോലെ തന്നെ നദികളിലൊന്നും ഇറങ്ങാനായിട്ട് ഒന്നിനും നിങ്ങൾ പോകരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണ്, ഇപ്പോൾ വലിയ മരങ്ങൾ എന്തെങ്കിലും വീണ് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഴാൻ പോകുന്നതായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ പോസ്റ്റിനോ എന്തിനെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരള ഗവൺമെൻറ് ഒരുപാട് കൺട്രോൾ റൂംസും കാര്യങ്ങളും എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത്യാവശ്യമാണ് നമ്മുടെ ഈ ഒരു സമയത്ത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോൾ റൂമിലേക്ക് അപ്പം തന്നെ വിവരം അറിയിക്കാം. അതേപോലെ തന്നെ എൻ്റെ കുട്ടികളും നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളൂ,
ഈ ഒരു സമയം നമ്മൾ കടന്നു പോകും. അത് കടന്നു പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് ആവശ്യമാണ്. എൻ്റെ കുട്ടികളെല്ലാവരും സേഫായിട്ടിരിക്കുക. വീട്ടിലിരിക്കുന്ന സമയം നല്ല പോലെ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ.